കർത്താവ് വീണ്ടും പറഞ്ഞു, ഒരു നല്ല കുമ്പസാരം നടത്തുവാനായി കുമ്പസാരത്തിന് പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ അത് അവരുടെ ജീവിതത്തിൽ അവർ നടത്തുവാൻ പോകുന്ന അവസാന കുമ്പസാരമായേക്കാം. കുമ്പസാരിക്കുവാൻ വരുന്ന വ്യക്തിയെയും കുമ്പസാരിപ്പിക്കുന്ന വൈദികനെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സഹായിക്കുവാൻ പള്ളിയിലുള്ള എല്ലാവർക്കും സാധിക്കുമെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. വൈദികൻ്റെ സ്ഥാനത്തിരുന്ന് കർത്താവ് തന്നെ പാപമോചനം നൽകുന്ന കാഴ്ച നേരിട്ട് കണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവർക്കും പ്രാർത്ഥന ആവശ്യമാണ്. അവരും എപ്പോഴും പ്രലോഭനത്തിനും പതർച്ചയ്ക്കും അതിക്ഷീണത്തിനും വിധേയരാണ്. അവരും മനുഷ്യരാണെന്ന് നാം ഓർക്കണം. വൈദികർക്ക് നൽകിയിരുന്ന വരപ്രസാദം. ഒരു വ്യക്തി കുമ്പസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും വൈദികൻ അശ്രദ്ധയാലോ അവഗണനയാലോ അത് നടത്താതിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ രാത്രിയിൽ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. കർത്താവ് പറഞ്ഞത് ഇതാണ്: ഒരാത്മാവ് കുമ്പസാരത്തിനായി ഒരു വൈദികനെ സമീപിക്കുമ്പോൾ ഗൗരവമായ പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലെങ്കിൽ വിശ്വാസിയുടെ കുമ്പസാരം വൈദികൻ നിർബന്ധമായും കേട്ടിരിക്കണം. പാപിയായ മനുഷ്യൻ കുമ്പസാരിക്കുവാൻ സാധിക്കാതെ മരിച്ചാൽ അവൻ്റെ മനസ്താപവും പാപമോചനത്തിനു വേണ്ടിയുള്ള അവൻ്റെ ആഗ്രഹവും മൂലം അവൻ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടും. ഞാൻ നേരിട്ട് അവന് പാപമോചനം നൽകും. എന്നാൽ ഉപേക്ഷയാലോ സുഖസൗകര്യത്തിൻ്റെ പേരിലോ ദൈവത്തിരുമുമ്പിൽ നീതീകരിക്കപ്പെടുവാൻ പറ്റാത്തത് മറ്റെന്തെങ്കിലും കാരണത്താലോ കുമ്പസാരം കേൾക്കാതിരുന്ന ആ വൈദികൻ ദൈവിക നീതിയുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടതായി വരും. ആ വൈദികൻ തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പരിഹാരം ചെയ്യുന്നില്ലെങ്കിൽ വളരെ ഗൗരവകരമായ ഈ തെറ്റിന് മാത്രമല്ല, അദ്ദേഹം പാപമോചനം നൽകാതിരുന്ന വ്യക്തിയുടെ പാപങ്ങൾക്ക് കൂടി കണക്ക് പറയേണ്ടി വരും. പുരോഹിതൻ സ്വീകരിച്ചിരിക്കുന്ന പ്രത്യേക വരപ്രസാദം എൻ്റെ അമ്മയ്ക്ക് പോലും ഞാൻ നൽകിയിട്ടില്ല. പുരോഹിതൻ എന്നോട് ഐക്യപ്പെട്ട് എന്നിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കുമ്പസാരിക്കുവാൻ വരുന്നവരിൽ നിന്നും അദ്ദേഹം ബഹുമാനം അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ വസ്ത്രധാരണവും പെരുമാറ്റവും മാന്യമായിരിക്കണം. ആദരവോടെ ഉപദേശം സ്വീകരിച്ച് നിർദ്ദേശിച്ച പ്രായശ്ചിത്തം വീഴ്ച കൂടാതെ ചെയ്യണം. അവരുടെ ദൈവവിളിക്കനുസരിച്ചും യേശുക്രിസ്തുവുമായുള്ള ഞാൻ വ്യക്തിപരമായി അവർക്ക് നൽകിയിരിക്കുന്ന കൃപയനുസരിച്ചും വിശ്വസ്തരായിരുന്നു വേണം അവർ പാപമോചനവും അനുഗ്രഹവും നൽകാൻ. അതുകൊണ്ടാണ് വൈദികർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നത്. എൻ്റെ മകളെ, ഈ ലോകത്തിൽ എല്ലാത്തിനും ആപേക്ഷിക മൂല്യമാണ് ഉള്ളതെന്ന് ഓർക്കുക. ചില വസ്തുക്കൾക്ക് വളരെ വലിയ ഭൗതിക മൂല്യമുണ്ടാകാം. അത് നഷ്ടപ്പെടുന്ന വ്യക്തിക്ക് സാമ്പത്തിക അധംപതനത്തെ നേരിടേണ്ടി വരും. എന്നാൽ ആ നഷ്ടം പൂർണ്ണമായോ അതുമല്ലെങ്കിൽ ഭാഗികമായി എങ്കിലുമോ നികത്തിയെടുക്കുവാൻ ആ വ്യക്തിക്ക് ശ്രമിക്കുവാൻ പറ്റും. എന്നാൽ നീ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിത്യനരകാഗ്നിയിൽ നിന്നും അതിനെ രക്ഷിക്കുവാൻ ഒന്നിനും സാധിക്കില്ല.